ചില കഥകൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മറന്നോളൂ അല്ലേ? പക്ഷേ ചില കഥകളുണ്ടല്ലോ, വായിച്ചു കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു ഫീല് മനസ്സിൽ തന്നെ കിടക്കും. എം.ടിയുടെ നിന്റെ ഓർമ്മയ്ക്ക് അത്തരത്തിലുള്ളൊരു കഥയാണ്. ആദ്യ വായനയിൽ നോക്കിയാൽ വളരെ സിമ്പിളായൊരു കഥ. വലിയ ട്വിസ്റ്റുകളോ ഡ്രാമാറ്റിക് സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ കഥ തീരുമ്പോൾ ഒരു ചെറിയ നൊമ്പരം മനസ്സിൽ ബാക്കി നിൽക്കും. ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. എം.ടി വളരെ സാധാരണമായ ചില നിമിഷങ്ങളിലൂടെ മനുഷ്യരുടെ ഇമോഷൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ വായിക്കുമ്പോൾ അത് ഒരു ഫിക്ഷൻ എന്നതിലുപരി ആരുടെയോ ജീവിതത്തിലെ ഒരു ഓർമ്മ കേൾക്കുന്നത് പോലെയാണ് തോന്നുന്നത്. കഥയിലെ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ്. അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം വളരെ റിയലായി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ കഴിഞ്ഞിട്ടും ചില രംഗങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നു. പിന്നെ എം.ടിയുടെ റൈറ്റിങ്ങിനെ കുറിച്ച് പറയാതെ വയ്യ. അധികം ഡയലോഗുകളോ എക്സ്പ്ലനേഷനുകളോ ഒന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ വായനക്കാരനെ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതാണ് എം.ടിയുടെ മാജിക്. ഓവറോൾ നിന്റെ ഓർമ്മയ്ക്ക് ഒരു കഥ മാത്രമല്ല, ഒരു ഫീലാണ്. വായിച്ചു തീരുമ്പോൾ ഒരു ചെറിയ സാഡ്നെസ്സും അതിൻ്റെ ഒപ്പം ഒരു സ്വീറ്റ് നൊസ്റ്റാൾജിയയും നമുക്ക് മനസ്സിൽ ബാക്കിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്നും വായനക്കാരുടെ മനസ്സിൽ സ്റ്റേ ചെയ്യും.